ഹായ് ഓൾ. നമ്മൾ ഫ്രിക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിൾ ആൻസറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്കറിയുന്നതാണെങ്കിൽ ശരി ഉത്തരം തിരഞ്ഞെടുക്കാം. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആദ്യം ഉത്തരമാവാൻ സാധ്യത ഇല്ലാത്തത് ഒഴിവാക്കിയിട്ട് ബാക്കിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഇതിൽ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലോ ഓഫ് ഫ്രിക്ഷൻ? താഴെ തന്നിട്ടുള്ള 4 എണ്ണത്തിൽ ഏതാണ് ഒരു ഫ്രിക്ഷൻ്റെ ലോ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓവർ ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഏരിയനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് ഒന്നാമത്തത്. ഒറ്റനോട്ടത്തിൽ തന്നെ അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് ഉറപ്പിക്കാം. ഇനി മറ്റുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ. തെറ്റാണ്, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് നോർമൽ റിയാക്ഷന്. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് മോഷൻ. ചലനത്തിൻ്റെ അതേ ദിശയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതും തെറ്റാണ്. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ നേച്ചർ ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. കോണ്ടാക്റ്റിംഗ് സർഫസുകളുടെ പ്രതലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓവർ ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസസ്. ദെൻ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഗെയിൻസ്റ്റ് എ മോഷണൽ ഒബ്ജക്റ്റ്? ഫ്രിക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? എങ്ങോട്ടാണോ ചലിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി, ഓപ്പോസിറ്റ് ടു ദി ഒബ്ജക്റ്റ് ആണ് ശരിയായ ഉത്തരം. ദെൻ which force is directly proportional to the normal reaction between contacting surfaces? ഏത് ഫോഴ്സാണ് കോണ്ടാക്റ്റിംഗ് സർഫസുകൾക്കിടയിലെ നോർമൽ റിയാക്ഷന് നേർ അനുപാതത്തിൽ ഉള്ളത്? പഠിച്ചതാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്രിക്ഷണൽ ഫോഴ്സ്. ദെൻ which one of the following acts in between the wheels and roads if vehicles are able to run on roads? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ടയറുകൾക്കിടയിലും ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്നത്? വെഹിക്കിൾസിന് റോഡിലൂടെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജിൽ പറഞ്ഞിരുന്നു, ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് വെഹിക്കിൾസിന് റോഡിലൂടെ ഓടാൻ സാധിക്കും. ടയറ് റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് വെഹിക്കിൾസിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ഫ്രിക്ഷൻ. ദെൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫ്രിക്ഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് യൂസ്ഫുൾ ഫ്രിക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റിങ്സ് ഇൻ ദ സിലിണ്ടർ, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്സ്, വീൽ ഹബ് ബെയറിങ്സ് ആൻഡ് ബ്രേക്ക് ഷൂ ലൈനിങ്. ഫ്രിക്ഷൻ 2 രീതിയിൽ പറയാം, യൂസ്ഫുള്ളും ഉണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഉണ്ട്. ഫ്രിക്ഷൻ ഒരേ സമയം ഉപകാരപ്രദവുമാണ്, അതുപോലെ തന്നെ ദോഷവും ചെയ്യും. അപ്പം ഇവിടെ ഉപകാരപ്രദമായ ഫ്രിക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ചിലത് കണ്ടു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ട്രേഡുകളിൽ അല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജിൽ പറയുന്നത് ഒന്നാണ്, ബ്രേക്സ് അപ്ലൈ ചെയ്യുമ്പോൾ വാഹനങ്ങൾ നിൽക്കാൻ കാരണം ഫ്രിക്ഷനാണ് എന്നുള്ളത്. ഇപ്പോൾ ബ്രേക്ക് ഷൂ ലൈനിങ് ഇവിടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബ്രേക്ക് ഷൂ ലൈനിങ്, ഓപ്ഷൻ ഡി ആണ്. ദെൻ വിച്ച് ഈസ് വേസ്റ്റ്ഫുൾ ഫ്രിക്ഷൻ?
തന്നിട്ടുള്ളതിൽ ഏതാണ് ഉപകാരപ്രദമല്ലാത്ത ഫ്രിക്ഷൻ? അതുകൊണ്ട് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഫ്രിക്ഷൻ ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. എ റിയർ ആക്സിൽ ഗിയർ, ബി ടയേഴ്സ് ഓൺ ദി ഫ്ലോർ, സി ബ്രേക്ക് ഷൂ ലൈനിങ്, ഡി ക്ലച്ച് ലൈനിങ്. ഇത് ഓപ്ഷൻ ബിയും സിയും ഡിയും കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവിടെ ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമാണ് അതിൻ്റെ സുഗമമായ വർക്കിങ്ങിന്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ്. വേസ്റ്റ്ഫുൾ ഫ്രിക്ഷൻ ആയിട്ട് വരുന്നത് റിയർ ആക്സിൽ ഗിയർ ആണ്. ഓപ്ഷൻ എ. വിച്ച് ഈസ് ഡിപ്പെൻസ് ഓൺ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബാധിക്കുന്നത്? ഏതാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബാധിക്കാൻ സാധ്യമായിട്ടുള്ളത്? എ ടൈപ്പ് ഓഫ് മെറ്റൽ, ബി കോണ്ടാക്ട് സർഫസസ്, സി ക്വാണ്ടിറ്റി ഓഫ് ദി കോണ്ടാക്റ്റിംഗ് മെറ്റൽസ്, ഡി ക്വാളിറ്റി ഓഫ് മെറ്റൽസ്. എ ടൈപ്പ് ഓഫ് മെറ്റൽസ്. ടൈപ്പ് ഓഫ് മെറ്റൽസ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ ബി കോണ്ടാക്ട് സർഫസസ്. കോണ്ടാക്ട് സർഫസിൻ്റെ കണ്ടീഷൻ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ഓപ്ഷൻസും കൂടെ നോക്കാം. സി ക്വാണ്ടിറ്റി ഓഫ് ദി കോണ്ടാക്റ്റിംഗ് മെറ്റൽസ്. എത്രത്തോളം മെറ്റൽ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബാധിക്കുന്നതല്ല, കാരണം ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡി ക്വാളിറ്റി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇവിടെയുള്ള ആൻസർ, മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആയിട്ടുള്ളത് കോണ്ടാക്ട് സർഫസസ് ആണ്. ഓപ്ഷൻ ബി കോണ്ടാക്ട് സർഫസസ്. ദെൻ ഹൗ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ്? എങ്ങനെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. F/R ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഇതിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. Then, what is the formula to find coefficient of friction? Coefficient of friction കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ടു ദി നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് R ആണ്. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ മ്യൂ ഇസ് ഈക്വൽ ടു F/R ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. പക്ഷേ ഓപ്ഷൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു F/W എന്ന് തന്നിട്ടുണ്ട്. വെയ്റ്റും നോർമൽ റിയാക്ഷനും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു F/W. ദെൻ വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംബൽ ഏതാണ്? ഓപ്ഷൻ ബി മ്യൂ. What kind of friction is there if two objects in contact are at rest? രണ്ട് വസ്തുക്കൾ, കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് വസ്തുക്കൾ റെസ്റ്റിലാണെങ്കിൽ അതിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ബി റോളിംഗ് ഫ്രിക്ഷൻ, സി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡി ആംഗുലാർ ഫ്രിക്ഷൻ. ഒറ്റയടിക്ക് മനസ്സിലാവും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കാരണം സ്റ്റാറ്റിക് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഷനറി പൊസിഷനിലിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദെൻ വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. ഫസ്റ്റ് വൺ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഈക്വൽ ആണ് എന്നാണ്. അത് തെറ്റാണ്. കാരണം ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ള ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ്റെ അടുത്തേക്ക് വേറെ ഒരു വാല്യൂം എത്തുന്നില്ല. അപ്പം അത് തെറ്റാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. ദെൻ ബി റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ ദി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതും തെറ്റാണ്. കാരണം സ്ലൈഡിംഗ് ഫ്രിക്ഷനിലെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ റോളിംഗ് മെത്തേഡ്. ഇപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. അപ്പം അതും തെറ്റാണ്. ദെൻ സി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും
ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ദെൻ ഓപ്ഷൻ ഡി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് ദി ഫോഴ്സ് ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് ജസ്റ്റ് എബൌട്ട് ടു മൂവ് അപ്പ് ദി പ്ലെയിൻ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അതിനെ ജസ്റ്റ് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യിക്കാൻ വേണ്ട ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്നതിൽ ഓപ്ഷൻ ബി ആണ്. ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് ഫൈ ബൈ കോസ് ഫൈ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആ പ്ലെയിനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. അതുപോലെ ഫൈ എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ദെൻ വിച്ച് ഓഫ് ദി ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? തന്നിട്ടുള്ള ഫിഗറിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആണ്, നോർമൽ റിയാക്ഷൻ ആർ ആണ്. ഇത് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ എസ് ഒ ആർ എന്ന ആംഗിളാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ഓപ്ഷൻ ബി, ആംഗിൾ ആർ ഒ എസ്. ദെൻ വാട്ട് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇഫ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് തീറ്റ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചതാണ് ടാൻജൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഓപ്ഷൻ സി ആണ് ടാൻ തീറ്റ. ദെൻ വാട്ട് ഡിനോട്ട്സ് ദി ലെറ്റർ ആർ ഇൻ ദി ഗിവൺ ഫിഗർ? തന്നിട്ടുള്ള ഫിഗറിൽ ആർ എന്ന് കാണിച്ചിട്ടുള്ളത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ്. ആർ കാണിച്ചിട്ടുള്ളത്, ആർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് നോർമൽ റിയാക്ഷനെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, നോർമൽ റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എ ലൂബ്രിക്കൻറ്റ്? ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? ലൂബ്രിക്കൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. Then what type of lubricant is used in Wickfield lubrication system? Wickfield lubrication സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ലൂബ്രിക്കൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിക്ഫീൽഡ് സിസ്റ്റം നമ്മൾ പഠിച്ചത് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിലാണ് പറഞ്ഞത്. വിക്ഫീൽഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ലൂബ് ഓയിലാണ്. ലൂബ് ഓയിൽ എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ്. ഓപ്ഷൻ എ, ലൂബ് ഓയിൽ. Then which lubrication system is provided with a ring oiler to splash lube oil continuously around the parts? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് റിംഗ് ഓയിലർ ഉപയോഗിച്ചിട്ട് മെഷീൻ പാർട്സിലേക്ക് ഓയിൽ സ്പ്ലാഷ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഹിൻ്റ് ഉണ്ട്. സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്പ്ലാഷ് ഫീഡ് സിസ്റ്റത്തിലാണ് റിംഗ് ഓയിലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ദെൻ വിച്ച് വൺ ഈസ് ദി 3 ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇൻ ജനറൽ യൂസ്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അറിയാം, ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് അല്ലെങ്കിൽ പ്രഷർ ഫീഡ് സിസ്റ്റം, ദെൻ സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഓപ്ഷൻ സി ആണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ദെൻ വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം എംപ്ലോയ്സ് ഓയിൽ ഹോൾസ് ഇൻ ദി മെഷീൻസ്? ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് മെഷീൻസിൽ ഓയിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്.
നമ്മൾ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ഗ്രാവിറ്റി ഫീഡ് പ്രിൻസിപ്പിൾ ഈസ് എംപ്ലോയിഡ് ഇൻ ഓയിൽ ഹോൾസ്. ഇപ്പോൾ ഓയിൽ ഹോൾസ് ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റമാണ്, ഓപ്ഷൻ എ. ദെൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ലൂബ്രിക്കേഷൻ സിസ്റ്റം? ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് വിക്ക് ഫീഡ് സിസ്റ്റമാണ്. നമ്മൾ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം പഠിച്ചപ്പോൾ വിത്ത് ഫിഗർ പഠിച്ചതാണ്. ഇറ്റ് ഈസ് വിക്ക് ഫീഡ് ലൂബ്രിക്കേറ്റർ. ദെൻ which is used to reduce the friction in machine parts. മെഷീൻ പാർട്സിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മെഷീൻ പാർട്സിലെല്ലാം ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ലൂബ്രിക്കൻസ് ആണ്. സോ ഓപ്ഷൻ ഡി, ലൂബ്രിക്കൻസ്. ദെൻ വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ലൂബ്രിക്കൻറ്റ് ഓയിൽ ഇൻ എൻജിൻ മൂവിങ് പാർട്സ്? എന്താണ് എൻജിൻ മൂവിങ് പാർട്സിൽ ലൂബ്രിക്കറ്റ് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന്? ഇതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം ഒന്ന്, ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി. സ്ഥിരമായിട്ട് ലൂബ്രിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ബി, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ് ലൂബ്രിക്കൻ്റ് ഓയിൽ ഉപയോഗിക്കുന്നത്. ദെൻ സി, ടു ഇംപ്രൂവ് ക്യാരിയിങ് കപ്പാസിറ്റി. അത് മൈൻഡ് ചെയ്യേണ്ട. ദെൻ ഡി, ടു ഇംപ്രൂവ് ദി ഡ്യൂറബിലിറ്റി. അത് കുറേ കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൽ എ, ബി ആൻഡ് ഡി ശരിയുത്തരമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ലൂബ്രിക്കൻ്റ് ഓയിൽ ഉപയോഗിക്കുന്നത് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആണ്. ദെൻ വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ലൂബ്രിക്കൻ്റ് ആക്ട്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ. ലൂബ്രിക്കൻസ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ദെൻ ലൂബ്രിക്കൻ്റ് ആക്ട്സ് ആസ് എ സീൽ, ലൂബ്രിക്കൻസ് ആക്ട്സ് ആസ് എ ഫ്യുവൽ, ലൂബ്രിക്കൻ്റ് ആക്ട്സ് ആസ് എ ഫിൽട്ടർ. ഇതിൻ്റെ ശരിയുത്തരം ലൂബ്രിക്കൻ്റ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് പുറമെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ആണ്. ലൂബ്രിക്കൻ്റ് ആക്ട്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ടു ദി എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ബൈ മെയിൻറ്റെയിനിങ് ദി ലൂബ്രിക്കേഷൻ? കൃത്യമായ ഇടവേളകളിൽ ലൂബ്രിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ മെഷീനിൻ്റെ എഫിഷ്യൻസിക്ക് എന്ത് മാറ്റമാണ് വരിക? കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യുമ്പോൾ മെഷീൻസിൻ്റെ എഫിഷ്യൻസി കൂടും. സോ ഓപ്ഷൻ എ, ഇൻക്രീസസ്. ദെൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ലൂബ്രിക്കേഷൻ? ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിലെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിഗറാണിത്. ഇത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഇറ്റ് ഈസ് എ ടീ ഹാൻഡിൽ പ്രഷർ ഗൺ, ഓപ്ഷൻ സി. ദെൻ വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ലൂബ്രിക്കേഷൻ ഈസ് എംപ്ലോയിഡ് ഇൻ ദിസ്? ഈ കാണുന്ന ഫിഗറിൽ കാണുന്നത് ഏത് പ്രിൻസിപ്പിൾ ഓഫ് ലൂബ്രിക്കേഷൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്? ഫിഗർ കണ്ടാൽ അറിയാം, അതൊരു ഓയിൽ കപ്പാണ്. ഓയിൽ കപ്പ് വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിലാണ്. സോ ഓപ്ഷൻ സി, ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. ദെൻ വിച്ച് വേ ദ കൂളൻ്റ് ആക്ട്സ് ആസ് എ ലൂബ്രിക്കൻ്റ്? ഒരു കൂളൻ്റ് എങ്ങനെയാണ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ടു ക്യാരി അവേ ഡസ്റ്റ്, പൊടികളൊക്കെ കളയാൻ. ദെൻ ടു ക്യാരി അവേ ദി ഹീറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ അവിടുന്ന് ഒഴിവാക്കാൻ. ദെൻ ടു ക്യാരി അവേ മോയ്സ്ചർ, അവിടെയുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ. ദെൻ ടു ക്യാരി അവേ ഡ്രൈനെസ്, അവിടെയുള്ള ഡ്രൈനെസ് ഇല്ലാതെയാക്കാൻ. കൂളൻ്റ് ഉപയോഗിക്കുന്നത് ഹീറ്റിനെ ക്യാരി അവേ ചെയ്യാനാണ്. സോ ഓപ്ഷൻ ബി, ടു ക്യാരി അവേ ഹീറ്റ്. ഇനി പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെയുള്ള പോലെ ശരിയുത്തരമാണോ തെറ്റുത്തരമാണോ എന്ന് നോക്കാതെ സാധാരണയായിട്ട് നമ്മൾ പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് അതുപോലെ സോൾവ് ചെയ്ത് നോക്കുക.
എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് എ ബോഡി ഓഫ് മാസ് 1000 കിലോഗ്രാം ഇഫ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.4? അസ്യൂം 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഇവിടെ ഓപ്ഷനിൽ ആദ്യം ഒന്ന് നോക്കുക, ഓപ്ഷനിലെ യൂണിറ്റുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള യൂണിറ്റ് തന്നെയാണോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 1000 കിലോഗ്രാം മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടത്? അവിടെയുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫോഴ്സ് തന്നിട്ട് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ന്യൂട്ടണിലാണ്. സോ നമുക്ക് ഇവിടെയുള്ള മാസിനെയും ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള കൺവേർഷൻ ഫാക്ടറാണ് തന്നിട്ടുള്ളത്. അസ്യൂം 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്ന്. ഇപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതാം. മാസ് 1000 കിലോഗ്രാം ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഇപ്പോൾ വെയിറ്റ് കാണാൻ, വെയിറ്റ് എന്ന് പറഞ്ഞത് നോർമൽ റിയാക്ഷന് തുല്യമാണ്. W ഇസ് ഈക്വൽ ടു R ആണ്. ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 × 10 10000 ന്യൂട്ടൺ എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ 0.4 ആണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. മ്യൂ ഇസ് ഈക്വൽ ടു F/R. റീഅറേഞ്ച് ചെയ്യുമ്പോൾ F ഇസ് ഈക്വൽ ടു മ്യൂ × R ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4000 ന്യൂട്ടൺ ആണ്. ഇനി നോക്കുക, തന്ന് കിട്ടിയ 4000 ന്യൂട്ടൺ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ 4000 ന്യൂട്ടൺ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4000 ന്യൂട്ടൺ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇഫ് എ ഫോഴ്സ് ഓഫ് 30 Newton is required to move a body of mass 35 kilogram? Assume 1 kilogram is equal to 10 Newton. ഇവിടെയും 2 യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 30 ന്യൂട്ടൺ എന്നും ഒബ്ജക്റ്റിൻ്റെ മാസ് 35 കിലോഗ്രാം എന്നുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നേരത്തെ പോലെ തന്നെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ ഫാക്ടർ തന്നിട്ടുണ്ട് 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്ന്. ഫോഴ്സ് 30 ന്യൂട്ടൺ ആണ്. മാസ് 35 കിലോഗ്രാം ആണ്. അതിനെ വെയിറ്റ് ഈക്വൽ ടു നോർമൽ റിയാക്ഷൻ കാണുമ്പോൾ 350, 35 × 10 350 ന്യൂട്ടൺ എന്ന് കിട്ടും. മ്യൂ ഇസ് ഈക്വൽ ടു F/R ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.0857. അത് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് വെയിങ് 20 കിലോഗ്രാം ഇഫ് ദി വാല്യൂ ഓഫ് മ്യൂ ഇസ് ഈക്വൽ ടു 0.4? നേരത്തെ ക്വസ്റ്റ്യനിൽ പോലെ തന്നെയാണ്, പക്ഷേ ഇതിലാകെയുള്ളൊരു വ്യത്യാസം, ഓപ്ഷനിൽ തന്നിട്ടുള്ളത് യൂണിറ്റ് കിലോഗ്രാം ആണ്. ക്വസ്റ്റ്യനിലുള്ള യൂണിറ്റും കിലോഗ്രാം തന്നെയാണ്. തന്നിട്ടുള്ള വാല്യൂസ് എഴുതുക. നോർമൽ റിയാക്ഷൻ 20 കിലോഗ്രാം, കൺവേർട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് വെയിറ്റ് നോർമൽ റിയാക്ഷൻ 20 കിലോഗ്രാം ആണെന്നുള്ളത് എടുത്തു. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0.4 ആണ്, 0.24 ആണ്. ഇക്വേഷൻ മ്യൂ ഇസ് ഈക്വൽ ടു F/R. എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.8 കിലോഗ്രാം ആണ്. അത് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 4.8 കിലോഗ്രാം. Then, what is the weight of an object that could be moved by a force of 30 kilogram if coefficient of friction is 0.0125? 30 കിലോഗ്രാം ഫോഴ്സ് ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.0125 ആണെങ്കിൽ, ക്വസ്റ്റ്യനിൽ ഫോഴ്സ് തന്നിട്ടുള്ളത് കിലോഗ്രാമിലാണ്. അപ്പോൾ കൺവേർഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു 30 കിലോഗ്രാം, മ്യൂ ഇസ് ഈക്വൽ ടു 0.0125. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു 2400 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മൾ പഠിച്ചതാണ്, നോർമൽ റിയാക്ഷൻ വെയിറ്റിന് തുല്യമാണ്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 2400 കിലോഗ്രാം. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി 2400 കിലോഗ്രാം. The next question,
What is the angle of inclination if a weight of 150 kilogram is in equilibrium and the value of mu is 0.5773? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്, അത് ഇക്വിലിബ്രിയത്തിലാണ്. 150 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്, അത് ഇക്വിലിബ്രിയത്തിലാണ്. അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.5773 ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് തരും. ഇവിടെ തന്നിട്ടുള്ള 150 കിലോഗ്രാം എന്ന് പറഞ്ഞത് നമ്മൾക്ക് ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട്. തന്നിട്ടുള്ളത് വെയിറ്റ് ആണ്, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇൻ ഈക്വിലിബ്രിയം ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. നമുക്ക് കാണേണ്ടത് തീറ്റയാണ്. തീറ്റ കാണാൻ ടാൻ ഇൻവേഴ്സ് മ്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 29.99 ഡിഗ്രി എന്ന് കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ എ ആണ്, 30 ഡിഗ്രി. അത് സെലക്ട് ചെയ്യുക. സോ ആൻസർ ഈസ് 30 ഡിഗ്രി. ദെൻ വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ മൂവിങ് എ ബോഡി ഓഫ് മാസ് 60 കിലോഗ്രാം ടു എ ഡിസ്റ്റൻസ് ഓഫ് 5 meters if the coefficient of friction between body and the plane is 0.2? 60 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 മീറ്റർ ദൂരത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഫോഴ്സ് തന്നിട്ടില്ല, ഒബ്ജക്റ്റിൻ്റെ മാസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സ് കാണാൻ നമ്മളെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വർക്ക് ഡൺ ജൂളിലല്ല കണ്ടിട്ടുള്ളത്, കിലോഗ്രാം മീറ്റർ അല്ലെങ്കിൽ മീറ്റർ കിലോഗ്രാം ആ യൂണിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും ഓപ്ഷൻസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് എഴുതാം. വെയിറ്റ് ഇസ് ഈക്വൽ ടു 60 കിലോഗ്രാം, ഡിസ്റ്റൻസ് എസ് ഈക്വൽ ടു 5 മീറ്റർ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0.2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ 12 കിലോഗ്രാം എന്ന് കിട്ടി. 12 കിലോഗ്രാം ഫോഴ്സാണ് ഇവിടെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. കാണാനുള്ള ഇക്വേഷൻ എഫ് ഇൻറ്റു എസ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ 60 മീറ്റർ കിലോഗ്രാം ആണ്. അത് ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ ഡി 60 മീറ്റർ കിലോഗ്രാം. ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ വർക്ക് ഡൺ കാണാനുള്ളതാണ്. ബാക്കി ഒരുവിധം വരുന്നതൊക്കെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷനും വെയിറ്റ് കാണാനും തന്നെയാണ്. പിന്നെ അതുപോലെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനൊക്കെ. ദെൻ നെക്സ്റ്റ് വൺ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് കാണേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി അപ്രോക്സിമേറ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0.84. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 40.030 ഡിഗ്രിയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ സി 40 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ മച്ച് വിൽ ബി ദി വർക്ക് ഡൺ ഇൻ മൂവിങ് a 10 kilogram object resting on a horizontal plane through a distance of 10 meter. നേരത്തെ ചെയ്ത അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. മ്യൂ ഇസ് ഈക്വൽ ടു 0.15 എന്നും തന്നിട്ടുണ്ട്. യൂണിറ്റുകൾ മാറ്റം വരുത്താനില്ല, കാരണം ഓപ്ഷനിൽ തന്നിട്ടുള്ളത് മീറ്റർ കിലോഗ്രാം തന്നെയാണ്. സോ W is equal to R is equal to 10 kilogram, distance 10 meter, mu 0.15.
ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ 1.5 കിലോഗ്രാം എന്ന് കിട്ടും. വർക്ക് ഡൺ കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ 15 മീറ്റർ കിലോഗ്രാം എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി 15 മീറ്റർ കിലോഗ്രാം. ദെൻ നേരത്തെ പോലെ സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ഓഫ് മാസ് 1000 കിലോഗ്രാം റണ്ണിങ് ഓൺ എ റോഡ് if the coefficient of friction between the tires and the road is 0.4. 1000 കിലോഗ്രാമുള്ള ഒരു വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. മ്യൂ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. ആൻസർ കിലോഗ്രാമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. എഴുതുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുന്ന വാല്യൂ 400 കിലോഗ്രാം എന്നാണ്. അതായത് ഓപ്ഷൻ ഡി. ദെൻ how much force is required to just slide a 20 kilogram object lying on a horizontal table if mu is 0.2. നേരത്തെ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F is equal to 4 കിലോഗ്രാം എന്ന് കിട്ടും. ദെൻ ഓപ്ഷൻ സി ആണ് 4 കിലോഗ്രാം. Then what is the coefficient of friction for pulling a load of 400 kilogram by a force of 40 kilogram? ഒരു 400 കിലോഗ്രാം ലോഡിനെ 40 കിലോഗ്രാം ഫോഴ്സ് വെച്ച് മൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള വാല്യൂസ് എഴുതുക. ഇക്വേഷൻ മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മ്യൂ ഇസ് ഈക്വൽ ടു 0.1. അതായത് ഓപ്ഷൻ സി. ദെൻ ഇതും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. വാല്യൂവിൽ ചെറിയ വ്യത്യാസം ഒന്ന് മാത്രം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.5. ദെൻ ഹൗ മച്ച് വിൽ ബി ദി വെയിറ്റ് ഓഫ് എ ബോഡി വിച്ച് വിൽ ബി മൂവ്ഡ് ബൈ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 50 കിലോഗ്രാം അഗെയിൻസ്റ്റ് എ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് 0.25. ഇത് സാധാരണ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഒരു കൺഫ്യൂഷൻ വരാനുള്ളത് എന്താണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ 200 കിലോഗ്രാം ആണ്. സോ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു 200 കിലോഗ്രാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രിക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. താങ്ക് യു.